വാശി പിടിച്ച് ഒരു ഓലക്കുട സ്വന്താക്കി ഗുരുവായൂരപ്പന്റെ കഥയാട്ടോ. പണ്ട് ഗുരുവായൂർ ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു. ആ അമ്മമ്മ എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എല്ലാ പൂജകളും അറ്റൻഡ് ചെയ്തിട്ട് വൈകുന്നേരം ശിവേലി കഴിഞ്ഞിട്ടാണ് വീട്ടിൽ വരാറ്. അങ്ങനെ ഒരു ദിവസം ഈ അമ്മമ്മ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കൃഷ്ണന് നല്ല മഞ്ഞപ്പട്ടൊക്കെ കാണിക്ക വെച്ചു. ഇങ്ങനെ പൂജകൾ അറ്റൻഡ് ചെയ്യാൻ കാത്തിക്കായിരുന്നു. അപ്പൊ ദൂരെ നിന്ന് ഒരു ചെറിയ കുട്ടി വന്നിട്ട് പറഞ്ഞു, അമ്മമ്മ എനിക്ക് ഈ അമ്മമ്മേന്റെ ഈ ഓലക്കുട വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മമ്മ പറഞ്ഞു, അയ്യോ ഇല്ല കുട്ടി, ഇത് ചെറിയ കുട്ടികൾക്കുള്ളതല്ല, വലിയ ആൾക്കാരുടെ ഓലക്കുടയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ണിയോൻ അതൊന്നും സാറില്ല, എനിക്കിത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, തരാൻ പറ്റില്ല, നീ പോയി നിന്റെ അമ്മേനോട് ചോദിക്കൂന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി എവിടെയോ ഓടിപ്പോയി. അങ്ങനെ പിറ്റേന്ന് അമ്മമ്മ ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പം അതേ കുട്ടി ഒരു മഞ്ഞപ്പട്ടൊക്കെ എടുത്ത് കയ്യിൽ കദളിപ്പഴമൊക്കെ എടുത്തിട്ട് ഓടി വന്നിട്ട് അമ്മമ്മേനോട് പറഞ്ഞു, എനിക്ക് കദളിപ്പഴവും ഈ പട്ടൊന്നും പോരാ, എനിക്ക് കൊടയും വേണം. അപ്പൊ അമ്മമ്മ പറഞ്ഞു, നീ ഭയങ്കര വാശിക്കാരനല്ലോ, നീ പോയി നിന്റെ അമ്മേനോട് പറയാന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പിന്നെയും ഓടിപ്പോയി. കുറച്ചു കഴിഞ്ഞ് ശിവേലിക്ക് ആനേനെ പുറത്ത് കൊണ്ടുവന്നപ്പം ആന പുറത്ത് ഈ കുട്ടി മഞ്ഞപ്പട്ടൊക്കെ എടുത്തിട്ട്. അപ്പൊ അമ്മമ്മക്ക് മനസ്സിലായി ഇത് കൃഷ്ണനാണ്. നോക്കുമ്പോ കൃഷ്ണന്റെ കൊടയിൽ മൊത്തം ഹോൾസ് ആയിട്ട് അതിലൂടെ വെള്ളം വീഴുന്നുണ്ടായിരുന്നു. അത് കണ്ട് അമ്മമ്മക്ക് ഭയങ്കര വിഷമമായി. അമ്മമ്മേന്റെ കൊട ഗുരുവായൂർ സമർപ്പിച്ചു.